ഹലോ ഗൈസ്, ഇന്നൊരു ഹിന്ദി സ്റ്റഡി വ്ലോഗാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ നോക്കുന്നത് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കിയാണ്. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് ശേഷം എടുത്ത ചാപ്റ്റേഴ്സ് എന്തായാലും നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം അതിൽ നിന്നായിരിക്കും കുറച്ച് കൂടുതൽ ചോദിക്കാം. എനിക്ക് 3 ചാപ്റ്റേഴ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാലും മറ്റേ ചാപ്റ്റേഴ്സും പഠിക്കണം, കാരണം മറ്റേ ചാപ്റ്റേഴ്സിന് എന്തായാലും ചോദിക്കും. അതിന് ഞാൻ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ജസ്റ്റ് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് വന്നിട്ട്, കാരണം അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഒറ്റ ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ചാപ്റ്റേഴ്സ് പഠിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ടൈം ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും അത്. അപ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വായിച്ച് നോക്കും. പിന്നെ ഹിന്ദിയിൽ ഡയറി, ലെറ്റർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ എന്തായാലും പഠിച്ച് വെക്കണം. കാരണം ഫോർമാറ്റ് പഠിച്ച് വെച്ചാൽ നമുക്ക് ഏത് ചാപ്റ്റർ ചോദിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർമാറ്റ് ആദ്യം പഠിച്ച് വെക്കുക. ഇനി അഥവാ നമുക്ക് അവിടുന്ന് എഴുതാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റ് എഴുതിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. നമ്മൾ ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കി റീഡ് ചെയ്യണം. കാരണം ഇന്നലെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമുക്കിപ്പോൾ ഹിന്ദി പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് ഇപ്പോൾ കാര്യങ്ങളൊന്നും പഠിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് മാർക്ക് കിട്ടില്ല. കാരണം ഞാനെല്ലാം ഇപ്പോൾ ആശയം പഠിക്കാൻ തന്നെ ജസ്റ്റ് വായിച്ച് നോക്കും, പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ രീതിയിലായി ഹിന്ദിയിൽ എഴുതി കൊടുക്കും. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാതെ എനിക്ക് ഒട്ടും അവിടെ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഗ്രാമറും പിന്നെ നമ്മുടെ ടെക്സ്റ്റ് വാച്ച് വർക്കുകളും കാണാം, അതൊക്കെ ഒന്ന് നോക്കണം. കാരണം അതൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വേണ്ട സാധ്യത. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹിന്ദി എക്സാം ഈസി ആവട്ടെ. ബൈ.